ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി തന്നെ റെഡിയാക്കി എടുത്താലോ. അപ്പോൾ വരൂ കൂട്ടുകാരെ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകെണ്ണയാണ് നമ്മളിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കടുകെണ്ണയിൽ കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. ഇനി നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച സവോള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 3 സവോള വരെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു തക്കാളിയും കൂടിയും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പം ഇനി നമുക്ക് ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വാടി വരാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവോളയൊക്കെ പെട്ടെന്നൊന്ന് വാടി വന്ന് കിട്ടും. ഇനി നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറുകപ്പട്ടയും കുറച്ച് കുരുമുളകും പിന്നെ ഒരു 2-3 ഗ്രാമ്പും ആണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സാധനം ചേർക്കുമ്പോൾ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മളിവിടെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. അതൊരു 2-2.5 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഫ്ലേവർ എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മളിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതിൻ്റെ പേരിലാണ് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കറിക്ക് അതൊന്ന് ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കുറവ് പോലെ തോന്നിയെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ ചിക്കൻ നമ്മൾ മഞ്ഞളും ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്ത മസാലയും ഗ്രേവിയും എല്ലായിടത്തും എത്തിപ്പെടാൻ പാകത്തിന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഒന്ന് ഇളക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ. കാരണം ലാസ്റ്റ് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ഈ കറിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് കേട്ടോ നമ്മുടെ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മളൊന്ന് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയിലെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇളക്കുമ്പോൾ കയ്യിലിട്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ പൊടിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ചിക്കൻ വെന്തോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്തു, ചിക്കൻ കറിയിലെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ വന്നെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്നൊരു കറിയാണത്. ഇനി നമുക്ക് പിന്നെയും ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് നടുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഉണക്കി പൊടിച്ച് വെച്ച
വറ്റൽമുളകാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതൊരു 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് എന്തോരം വേണമെന്നനുസരിച്ച് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ കുട്ടി ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് എരിവാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂട്ടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത എരിവ് എല്ലാ ഭാഗത്തും ചെല്ലാൻ പാകത്തിന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ഫ്രണ്ട്സ്.